ഞങ്ങളൊക്കെ പിടിച്ച് തള്ളി ഉന്തി താഴേക്കിട്ട് കൊച്ചിനെ നെഞ്ചിനിട്ട് ചവിട്ടി കാരണത്തിനാണ് ആ പുള്ളി ആർട്ടിവേഷനാ മർദ്ദിച്ചതേ കാണാൻ അടിച്ചതേ. കുട്ടിയുടെ കാലിൽ കൂട്ടിട്ട് ചവിട്ടിയിട്ടുണ്ട്, അതാണ് ചോര വരുന്നത്. അച്ഛന്റെ അനിയനെ ഇവിടെ ഇട്ട് ചവിട്ടി കൂട്ടി, അതിലേക്ക് സംഭവമില്ലാത്തതാണ് എന്റെ പോലെ സാറേ. ഞങ്ങളുടെ കൊച്ചിനെ ചവിട്ടി കൂട്ടി. വി ഡി സതീശൻ സർക്കാർ അധികാരമേറ്റ് 48 മണിക്കൂർ പിന്നിട്ടില്ല. കണ്ടില്ലേ, ബംഗളൂരുവിലെ കൊഗുലുവിൽ നൂറുകണക്കിന് ആളുകളെ കെട്ടിടങ്ങൾ ഇടിച്ചു നിരത്തി ഒഴിപ്പിച്ച കോൺഗ്രസ് സംസ്കാരം കേരളത്തിലും എത്തിയിരിക്കുന്നു. ഉന്നതികൾ ഒഴിപ്പിക്കുന്ന കാലമാണിനി. ദളിത് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്ന കാലം. മുഖ്യമന്ത്രിയുടെ ജില്ലയാണ് കുന്നത്തുനാട് മണ്ഡലത്തിൽ. മലയിടം തുരത്ത് പാരിയത്തുകാവ് പട്ടികജാതി ഉന്നതിയിലാണ് പോലീസിന്റെ ഉദ്ഘാടന തേർവാഴ്ച. പ്രതിഷേധിച്ചവർക്കെതിരെ ജലപീരങ്കി, സ്ത്രീകളെ ചവിട്ടി വീഴ്ത്തി, ലാത്തി കൊണ്ട് തലക്കടിച്ചു, വീണവരെ ബൂട്ടുകൊണ്ട് ചവിട്ടി. അർബുദ ഹൃദ്രോഗികൾക്കടക്കം 12 പേർക്ക് പരിക്കുണ്ട്. അരനൂറ്റാണ്ടായി താമസിക്കുന്ന വീടുകളിൽ നിന്ന് താമസക്കാരെ ഇറക്കിവിടാനാണ് പോലീസിന്റെ ഈ ബലപ്രയോഗം. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരെ വീടുകളിൽ നിന്ന് വലിച്ചിഴച്ച് തെരുവിലിട്ട് തല്ലുന്നത് രമേശ് ചെന്നിത്തലയുടെ പോലീസാണ്. വി ഡി സതീശന്റെ ധാർഷ്ട്യമാണ്. ഉന്നതിയിലെ 8 കുടുംബങ്ങൾ, അവരെ കുടിയൊഴിപ്പിക്കാനാണ് ശ്രമം. ഈ അഭിഭാഷക കമ്മീഷൻ LDF ഭരിക്കുമ്പോഴും കുടിയൊഴിപ്പിക്കാൻ വന്നിരുന്നു. ഇദ്ദേഹത്തിന് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഓർഡർ നിങ്ങൾക്ക് ഉണ്ടാവും, അത് നിങ്ങൾ കാണണം. ഇദ്ദേഹത്തിന് കോടതി അഡ്വക്കേറ്റ് കമ്മീഷനായിട്ട് അപ്പോയിന്റ് ചെയ്തതിന്റെ ഓർഡർ നിങ്ങൾക്ക് കൈമാറിയിട്ടുണ്ടോ? അത് കാണിക്കാണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഇദ്ദേഹത്തിനെ ചോദിക്കുന്നത്? അത് കാണിക്കും. നെയ്ബേഴ്സിന് നോട്ടീസ് കൊടുക്കണം ബൗണ്ടറീസ് ആക്ട് പ്രകാരം. ആ ഒരു നടപടികളും എടുക്കാതെയാണ് ഇന്ന് സർവേ നടപടികൾ ഇവർ പൂർത്തീകരിച്ചെന്ന് പറയുന്നത്. ഇത് നിയമവിരുദ്ധമാണ്. ഒരു തവണയല്ല, 14 തവണ. ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് പക്ഷേ പോലീസ് അതിക്രമം ഉണ്ടായില്ല. പെട്ടെന്ന് ഒരു ദിവസം എങ്ങനെ കാര്യങ്ങൾ മാറി മറിഞ്ഞു അറിഞ്ഞില്ലേ? ഈ മാസം 18-ന് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ അധികാരത്തിൽ വന്നു. UDFിലെ വകുപ്പ് തർക്കവും ചാണ്ടിയുമ്മന്റെ പൊട്ടിക്കരച്ചിലും മേനോന്മേനി നടിക്കലും വാർത്തയാകുന്ന താപ്പിൽ മലയിടം തുരുത്ത് ഉന്നതി ഒഴിപ്പിച്ചെടുക്കാമെന്ന് കരുതി. 14 തവണയില്ലാത്ത പോലീസ് അതിക്രമം UDF സർക്കാർ അധികാരമേറ്റതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ നടക്കുന്നത് അധികാരവർഗത്തിന്റെ സ്വഭാവം മാറിയെന്ന് പോലീസ് അറിഞ്ഞതുകൊണ്ട് തന്നെ. ഭൂമാഫിയ അധികാരമേറ്റു എന്ന തിരിച്ചറിവ് തന്നെ. പതിറ്റാണ്ടുകളായി ഭൂമിക്ക് വേണ്ടി പോരാടുന്നവരാണ്